അങ്ങനെ ഒടുവിൽ 3 ദിവസത്തിന് ശേഷം വനംമന്ത്രി പഞ്ചാരക്കൊല്ലിയിലേക്ക് എത്തിയിരിക്കുന്നു. കടുവയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട രാധയുടെ വസതിയിലേക്കാണ് എത്തിയത്. നാട്ടുകാർ പ്രതിഷേധിച്ചു. അദ്ദേഹത്തെ അങ്ങോട്ടേക്ക് കടത്തിവിടില്ല എന്ന നിലപാടെടുത്തു. ഏറെ നേരം റോഡിൽ കുത്തിയിരുന്നും കിടന്നുമൊക്കെ നാട്ടുകാർ പ്രതിഷേധിച്ചു. വണ്ടി കടത്തിവിടില്ല എന്ന്. ഇപ്പോൾ പ്രേക്ഷകർക്ക് കാണാൻ കഴിയുന്നത് മന്ത്രി വസതിയിൽ, രാധയുടെ വസതിയിൽ ഇരിക്കുന്ന ദൃശ്യങ്ങൾ. അവിടെ ബന്ധുക്കളോട് സംസാരിക്കുകയാണ്. CPIM ജില്ലാ നേതാക്കൾ അദ്ദേഹത്തിനൊപ്പമുണ്ട് എന്നുള്ളതാണ്. മന്ത്രിക്ക് ഈ ജില്ലയുടെ ചുമതല കൂടിയുണ്ട്, കൂടാതെ വനം മന്ത്രിയുമാണ്. ഇത്ര വലിയൊരു സംഭവം ഉണ്ടായിട്ടും അദ്ദേഹം തിരിഞ്ഞു നോക്കിയില്ല, അദ്ദേഹം ഫോണിലൂടെ വിളിച്ച് ആശ്വസിപ്പിച്ചില്ല. ഇതൊക്കെ അവരുടെ പ്രതിഷേധത്തിന് കാരണമാണ്. എന്താണ് വനം മന്ത്രി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്ന ചോദ്യം, അദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾ, അദ്ദേഹത്തിൻ്റെ ചില പ്രവൃത്തികൾ, ഇതെല്ലാം നാട്ടുകാരെ വിഷമിപ്പിച്ചിട്ടുണ്ട്, പ്രകോപിതരാക്കിയിട്ടുണ്ട്. ഇപ്പോൾ കാണുന്നത് വനം മന്ത്രി രാധയുടെ വസതിയിലെത്തിയതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ്. അദ്ദേഹം കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. CPIM ജില്ലാ നേതാക്കൾ അവിടെ ഉണ്ട്, അദ്ദേഹത്തിനൊപ്പമുണ്ട്. ഇനിയിപ്പോൾ ഇന്ന് ഉന്നതതല യോഗത്തിൽ ഒരു തീരുമാനമുണ്ടായത് നരഭോജി കടുവയായി പ്രഖ്യാപിച്ചിരിക്കുന്നു ഈ കടുവയെ എന്നുള്ളതാണ്. അതായത് എത്രയും പെട്ടെന്ന് തന്നെ വെടിവെച്ച് കൊല്ലുക എന്നതിലേക്ക് അങ്ങനെ നീങ്ങാൻ കഴിയും. അങ്ങനെ ആ തരത്തിലേക്ക് തീരുമാനങ്ങൾ ഉണ്ടാകുമ്പോൾ പോലും ജനങ്ങളുടെ ആശങ്ക അത് അവസാനിക്കുന്നില്ല. കടുവ ഇപ്പോൾ എവിടെയാണ് എന്നതിലേക്ക്, കടുവ അവിടെ നിന്ന് മറഞ്ഞിട്ടുണ്ട് എന്നതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നടപടികൾ എന്താണ് വനംവകുപ്പ് നിലവിൽ സ്വീകരിക്കുന്നത് എന്നതിലൊക്കെ ഒരു ഉറപ്പ് എന്താണ് മന്ത്രി അവരോട് പറയാൻ പോകുന്നത് നമുക്കറിയില്ല. സുർജിത്ത് അയ്യപ്പത്ത് വിശദാംശങ്ങളുമായുണ്ട്. സുർജിത്ത്, ഒടുവിൽ മന്ത്രി രാധയുടെ വസതിയിലേക്ക് എത്തിയിരിക്കുന്നു, കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയാണ്. ഇനിയിപ്പോൾ മന്ത്രി അതിനുശേഷം മാധ്യമങ്ങളോട് പ്രതികരിക്കാനുള്ള സാധ്യതയുണ്ടോ? മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെ? മന്ത്രി ഇപ്പോൾ സംസാരിക്കുകയാണ്. CPM ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള റഫീഖുണ്ട്, സംസ്ഥാന കമ്മിറ്റി അംഗം ആയിട്ടുള്ള CK ശശീന്ദ്രൻ, മുൻ MLA, അദ്ദേഹം ഉൾപ്പെടെയുള്ളവരുണ്ട്. ഈ അച്ചപ്പനുമായി സംസാരിക്കുകയാണ്. മറ്റ് ബന്ധുക്കളും ഒപ്പമുണ്ട്. അവർ ഈ മുറിക്കകത്ത് ആണ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. മന്ത്രി സംസാരിക്കുന്നത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാനും കഴിയുന്നുണ്ട്. കുടുംബാംഗങ്ങളുമായാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒപ്പം തന്നെ CPM മുതിർന്ന നേതാക്കളുണ്ട്. ഒപ്പം മറ്റ് ഘടകകക്ഷികളുടെ നേതാക്കളെ നമുക്കിവിടെ കാണാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ ദൃശ്യങ്ങളിൽ തന്നെ നമുക്കത് കാണാൻ കഴിയും. ഇവർ സംസാരിക്കുന്നത് ഇനി ഒരുപക്ഷെ നിയമനമടക്കമുള്ള കാര്യങ്ങൾ തീരുമാനമാകേണ്ടതുണ്ട്. മറ്റ് ധനസഹായമടക്കമുള്ള നടപടികൾ വേണം. അതായത് ഈ ജോലി സ്ഥിരത ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, മക്കൾക്ക് ജോലി നൽകണമെന്നുൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഇവിടെ ഉയർന്നിരുന്നതാണ്. അത്തരം കാര്യങ്ങൾ പരിഗണിക്കപ്പെടുമോ, അത്തരം തീരുമാനങ്ങൾ ഉണ്ടാകുമോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരേണ്ടതുണ്ട്. മാത്രമല്ല, ഈ കടുവയെ നരഭോജി കടുവയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഏത് തരത്തിലാകുമെന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്നത്. അതായത് ഈ ഈ കടുവ സംരക്ഷണ അതോറിറ്റിയുടെ നിലപാട് ഇക്കാര്യത്തിൽ, അത്തരത്തിൽ എന്ത് നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്? അത് കടുവയെ വെടിവെച്ചു കൊല്ലുന്ന നടപടി എന്ന് പറയുന്നത് സ്വാഭാവികമായും അതിന് കടുവ സംരക്ഷണ അതോറിറ്റിയുടെ അനുമതി ലഭിക്കണം. അത് ഇതുവരെ ലഭിക്കാത്ത ഒരു അവസ്ഥ കൂടിയുണ്ട്. അത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ അത് ലഭിക്കാത്തൊരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് ഇവിടെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരും കാര്യവുമായി ബന്ധപ്പെട്ട് പറയുന്നത്. എന്തായാലും വലിയ കനത്ത രീതിയിലുള്ള പ്രതിഷേധത്തിന്റെ വഴി തുറക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. കാരണം ഇവിടേക്ക് എത്തുവാൻ മന്ത്രി ഇപ്പോൾ അച്ചപ്പനുമായി, അതായത് രാധയുടെ ഭർത്താവ് അച്ചപ്പനോട് സംസാരിക്കുന്നു. അദ്ദേഹവുമായി സംസാരിക്കുന്നതാണ് നമുക്ക് ഈ ദൃശ്യത്തിൽ കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തെയും മകൻ, ഇതിപ്പോൾ അനിലാണ്, മകൻ അനിലിനെ ചേർത്ത് പിടിക്കുന്നു. അനീഷ്യ മകളുണ്ട്. അങ്ങനെ അവരെ ചേർത്ത് പിടിക്കുന്നു. ഒപ്പം തന്നെ ഇതിന്റെ വിവിധ കക്ഷികളുടെ NCPയുടെ അടക്കം വിവിധ നേതാക്കളെ നമുക്ക് ഇവിടെ കാണാൻ കഴിയും. അല്പസമയത്തിനകം തന്നെ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നു. ആ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മറ്റ് ബന്ധുമിത്രാദികളെ ആശ്വസിപ്പിച്ച ശേഷം അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്നു. ആ ഇറങ്ങുന്ന കാഴ്ചയ്ക്കാണ് ഇപ്പോൾ നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മന്ത്രി ഇതിനുശേഷം സംസാരിക്കുമോ എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കുന്ന കാര്യം. എന്താണ് മന്ത്രിക്ക് പറയാനുള്ളത്? മന്ത്രി ഇതുമായി ബന്ധപ്പെട്ട് എന്ത് തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിക്കും എന്നുള്ളതാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. അദ്ദേഹം ഇതിൽ സംസാരിക്കാൻ പോകുന്നത് എന്ത് തരത്തിലുള്ള നിലപാടാകും, എന്താകും മന്ത്രി പങ്കുവെക്കാൻ പോകുന്നത് എന്നാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നതും. അല്പസമയത്തിനകം തന്നെ മന്ത്രി പുറത്തേക്ക് ഇറങ്ങുന്നതാണ്. കനത്ത രീതിയിലുള്ള പ്രതിഷേധം എന്ന് പറയേണ്ടി വരും. അത്തരത്തിൽ വലിയ അളവിലുള്ള ഒരു പ്രതിഷേധത്തിലാണ് ഇപ്പോൾ ഈ ഇടം സാക്ഷ്യം വഹിച്ചത്. കാരണം ഒരു ജനകീയ പ്രതിഷേധം തന്നെയാണ്. കഴിഞ്ഞ ദിവസം ഈ ആളുകൾക്ക് വലിയ രീതിയിലുള്ള പ്രകോപനം ഉണ്ടാക്കുന്ന തരത്തിലുള്ള ദൃശ്യങ്ങളടക്കം
വരുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതായത് അദ്ദേഹം ഇവിടെ ഈ ഒരാളുടെ ജീവൻ നഷ്ടപ്പെടുത്തിയ കടുവ ആക്രമണം ഉണ്ടായിരിക്കുന്നു. ആ കടുവ ആക്രമണത്തിൽ മന്ത്രിയെ സംബന്ധിച്ച് മന്ത്രി ആ സമയം അങ്ങനെ ഇവിടെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും മറ്റ് സംവിധാനങ്ങളും എല്ലാം തന്നെ സജീവമായി ഇടപെടുന്ന ഒരു ഘട്ടം. ആ ഇടപെടുന്ന ഘട്ടത്തിൽ മന്ത്രി കോഴിക്കോട് ഒരു ഫാഷൻ ഷോ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് പാട്ട് പാടുന്നു. ആ ദൃശ്യമൊക്കെ വലിയ അളവിലുള്ള ഒരു പ്രകോപനത്തിന് വഴിമാറുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അങ്ങനെ അതാണൊരു അവസ്ഥ. അതൊക്കെ ഈ പ്രതിഷേധത്തിന് വഴിമാറാനുള്ള സാഹചര്യം. മാത്രമല്ല ഇന്നലെ ഉണ്ടായിട്ടുള്ള നാട്ടുകാരുടെ പ്രതിഷേധത്തെ രാഷ്ട്രീയ പ്രേരിതം എന്നുള്ള തരത്തിലുള്ള പ്രസ്താവന മന്ത്രിയുടെ ഭാഗത്തുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു ആരോപണം. ആ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഈ നാട്ടിൽ രൂപപ്പെടുകയും ഈ വാഹന വ്യൂഹം തടയുകയും അങ്ങനെ അത്തരത്തിലുള്ള നടപടിയിലേക്ക് കടക്കാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിരിക്കുന്നത്. എന്തായാലും ഇനി ഈ മന്ത്രി പുറത്തിറങ്ങിയ ശേഷം പ്രതികരിക്കുമോ എന്നുള്ളതാണ് ഇവർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒരു നിലപാട്, പ്രത്യേകിച്ച് നിയമനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ എന്തെങ്കിലും ഉറപ്പുകൾ നൽകുമോ എന്നുള്ളതാണ്. ഇവിടെ ഇപ്പോൾ ഈ ദൗത്യം സജീവമായ രീതിയിൽ തന്നെ വനംവകുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതിനിടയിൽ ഒരു RRT അംഗത്തിന് പരിക്കേൽക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിയതുമാണ്. എന്തൊക്കെയായാലും അങ്ങനത്തെ ഒരു അവസ്ഥ നിലനിൽക്കുന്ന ഒരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ വനംവകുപ്പ് സജീവമായി ഇടപെടുന്നു. ആ ഘട്ടത്തിലാണ് ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. മന്ത്രി ഒന്ന് വീട്ടുകാരെ വിളിക്കാനോ ഇങ്ങനെ മരണം നടന്ന് ഇവിടേക്ക് തിരിഞ്ഞു നോക്കാനോ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ആരോപണം. ഈ ആരോപണം നേരത്തെയും വനം മന്ത്രിക്കെതിരെ ഉണ്ടായിരുന്നു. അതായത് വാഗേരിയിൽ പ്രജീഷ് കൊല്ലപ്പെട്ട സാഹചര്യത്തിലും വളരെ വൈകി മന്ത്രി എത്താൻ, അതും വലിയ അമർഷത്തിനും വലിയ പ്രതിഷേധത്തിനും ഇടയാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയതാണ്. എന്തായാലും മന്ത്രി അല്പസമയത്തിനകം പുറത്തേക്ക് ഇറങ്ങും. ഏവരും കാത്തു നിൽക്കുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പില്ല. പ്രതികരണം ലഭ്യമാകുമോ എന്നുള്ള കാര്യമാണ് ഏവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത്. അത്തരത്തിൽ സമാനതകളില്ലാത്ത പ്രതിഷേധം എന്ന് വിശേഷിപ്പിക്കാം. അതാണ് അവസ്ഥ. ഇന്ന് രാവിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായാണ് മന്ത്രി ഇവിടേക്ക് എത്തിയത്. ഇതിനുശേഷം ഒരു ഉന്നതതല യോഗം, വനംവകുപ്പിന്റെ ഇനി നടക്കാൻ പോകുന്ന നടപടികൾ സംബന്ധിച്ചുള്ള ഉന്നതതല യോഗം ചേർന്നിരുന്നതാണ്. ആ യോഗത്തിൽ പ്രധാനപ്പെട്ട വനംവകുപ്പിന്റെ പ്രധാന ഉദ്യോഗസ്ഥർ എല്ലാവരും പങ്കെടുത്തു. ഒപ്പം തന്നെ കളക്ടർ അടക്കമുള്ളവർ പങ്കെടുത്തു. അങ്ങനെയായിരുന്നു ഒരു അവസ്ഥ. അങ്ങനെ പങ്കെടുക്കുന്ന ഒരു പശ്ചാത്തലമാണ് ഉണ്ടായത്. ഏവരും ഉറ്റുനോക്കുകയാണ്. മന്ത്രി അല്പസമയത്തിനകം തന്നെ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി വന്ന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതികരണം നടക്കുമോ, എന്തെങ്കിലും ഈ നിയമനം അടക്കമുള്ള കാര്യങ്ങൾ, സ്ഥിര നിയമനം അടക്കമുള്ള കാര്യങ്ങൾ, ഈ കുടുംബത്തിന് മക്കളിൽ ഒരാൾക്ക് ജോലി ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉയർന്നിരുന്നു. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രഖ്യാപനത്തിലേക്ക് ഉറ്റുനോക്കുകയാണ്. അത് എന്തായാലും കനത്ത പോലീസ് സന്നാഹത്തിന് അതിന്റെ ഉള്ളിലാണ് ഇങ്ങനെ ഒരു സന്ദർശനം ഉണ്ടായിരിക്കുന്നത്, മന്ത്രിയുടെ സന്ദർശനം ഉണ്ടായിരിക്കുന്നത്. വരുന്ന വഴിക്ക് പിലാക്കാവ് എന്ന് പറയുന്ന ഒരു ജംഗ്ഷൻ തൊട്ടടുത്തുണ്ട്. അവിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കരിങ്കൊടി കാട്ടുന്ന ഒരു തരത്തിലേക്ക് കാര്യങ്ങൾ മാറി. അതിനുശേഷം അല്പം കൂടി മുന്നോട്ട് വന്ന ഘട്ടത്തിൽ ഈ മന്ത്രിയുടെ വാഹന വ്യൂഹത്തെ തടയുന്ന തരത്തിലേക്ക് മാറി. കൂടുതൽ പോലീസ് ഫോഴ്സിനെ ഇവിടെ നിയോഗിച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ആയിട്ട് പോലും ഈ മന്ത്രി എത്തിയ ഘട്ടത്തിൽ കനത്ത രീതിയിലുള്ള ഒരു പ്രതിഷേധം, അതായത് വാഹന വ്യൂഹം കടന്നു വരാൻ തന്നെ അരമണിക്കൂറോളം സമയമെടുത്തു എന്നുള്ളതാണ്. കാരണം അവിടെ നിന്നും പോലീസിന് ആളുകളെ വകഞ്ഞു മാറ്റി ഈ വഴിയൊരുക്കുന്ന ഒരവസ്ഥയുണ്ടായി. മാത്രമല്ല ഈ വാഹന വ്യൂഹത്തിന്റെ ചുറ്റുമായി കൈ കോർത്തു പിടിച്ചാണ് ആളുകൾ നിലയുറപ്പിച്ച് നിന്നിരുന്നത്. പോലീസ് ഉദ്യോഗസ്ഥർ നിലയുറപ്പിച്ച് നിന്നിരുന്നത്.